എല്ലാവർക്കും ബ്രില്യൻസ് PSCയിലേക്ക് സ്വാഗതം. ഞാൻ ഷാനി. അപ്പോൾ നമ്മുടെ ഇന്നലെ ക്ലാസ് ഇട്ടായിരുന്നു, അതിൻ്റെ ബാക്കി പാർട്ടാണ് ഇന്ന് എടുക്കുന്നത്. ഇന്നലത്തെ ക്ലാസ് എല്ലാവരും കണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണണം. അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് വളരെയധികം പ്രചോദനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്നലെ നമ്മൾ ലാസ്റ്റായിട്ട് എടുത്തത് വാഗൺ ട്രാജഡി ആയിരുന്നു. അതായത് കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭങ്ങളെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് അങ്ങനെ പോയതാണ്. അപ്പോൾ കുറച്ചുകൂടെ അതിൽ തീർക്കേണ്ടതായിട്ടുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ്, വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. അതായത് വൈക്കം മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. പുലയ, ഈഴവ, നായർ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് ഡേറ്റ് ഓർക്കണം, 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. അതായത് പുലയ, ഈഴവ, നായർ സംഘടനകളുടെ നേതൃത്വത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ എന്നിവരാണ് വൈക്കം സത്യാഗ്രഹത്തിന് കാരണമായവർ. വൈക്കം സത്യാഗ്രഹത്തിന് കാരണമായവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ എന്നിവരാണ് വൈക്കം സത്യാഗ്രഹത്തിന് കാരണമായവർ. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം അല്ലേ. അപ്പോൾ എപ്പോഴും ചോദിക്കും, ഇന്ത്യയിൽ ആദ്യമായി ഐത്തത്തിനെതിരെ നടന്ന പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? തളി ക്ഷേത്ര പ്രക്ഷോഭമാണ് 1917. ഈ ക്വസ്റ്റ്യനിലുള്ള ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള എല്ലാ റോഡുകളും എല്ലാ ജാതിക്കാർക്കുമായി തുറന്നു കൊടുക്കണം എന്ന ആവശ്യാർത്ഥമാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അതായത് വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനമല്ല ഉദ്ദേശിച്ചത്, വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും നടക്കാനുള്ള സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സത്യാഗ്രഹമായിരുന്നു ഏത്? വൈക്കം സത്യാഗ്രഹം. ഇത് സംബന്ധിച്ച് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് N. കുമാരനാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറിലെ പ്രമേയം അവതരിപ്പിച്ചത് N. കുമാരനാണ് പ്രമേയം അവതരിപ്പിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവായിരുന്നു T.K. മാധവൻ. ആരാണ്? T.K. മാധവൻ. മറ്റു നേതാക്കളാണ് C.V. കുഞ്ഞിരാമൻ, K. കേളപ്പൻ, K.P. കേശവമേനോൻ. അപ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട്, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാന്ന് ചോദിച്ചാൽ അത് T.K. മാധവനാണ്. ഇത് സംബന്ധിച്ച് അതായത് വൈക്കം സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1923 കാക്കിനട സമ്മേളനമാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസാക്കിയത് 1923 കാക്കിനട സമ്മേളനം. നമ്മൾ INC പഠിച്ച സമയത്ത് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 23 കാക്കിനട സമ്മേളനത്തെക്കുറിച്ച്. സത്യാഗ്രഹത്തോടനുബന്ധിച്ച് E.V. രാമസ്വാമി നായ്ക്കർ മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നടത്തി. അതായത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് E.V. രാമസ്വാമി നായ്ക്കർ മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നടത്തി. സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ ആളുകളാണ് അകാലികൾ. ആരാണ്? അകാലികളാണ്
പഞ്ചാബിൽ നിന്നും കേരളത്തിലേക്ക് വന്നത്. അതായത് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വന്നതാണ് അവർ, അകാലികൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ വെല്ലൂർ മഠം സത്യാഗ്രഹികൾക്കായി നൽകിയിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ മഠമാണ് ഏത്? വെല്ലൂർ മഠം. ഈ വെല്ലൂർ മഠം സത്യാഗ്രഹികൾക്കായിട്ട് ആര് നൽകി? ശ്രീനാരായണ ഗുരു നൽകി. വൈക്കം സത്യാഗ്രഹത്തിൽ നിരീക്ഷിക്കാനായി ഗാന്ധിജി ആചാര്യ വിനോബാവയോട് നിർദ്ദേശിച്ചു. വൈക്കം സത്യാഗ്രഹത്തെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജി ആരെയാണ് നിർദ്ദേശിച്ചത്? ആരോടാണ് നിർദ്ദേശിച്ചത്? ആചാര്യ വിനോബ ഭാവെയോടാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഇതും ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു കേട്ടോ. അപ്പം വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭൻ. എത്രയോ തവണ PSC ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭൻ, ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. 1925 നവംബർ 23 ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള ബാക്കി എല്ലാ വഴികളും ജാതിഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു. 1925 നവംബർ 23 ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള എല്ലാ വഴികളും ജാതിഭേദമന്യേ എല്ലാവർക്കുമായിട്ട് തുറന്നുകൊടുത്തു. വൈക്കം സത്യാഗ്രഹം 603 ദിവസം നീണ്ടു നിന്നു. അതായത് 1924 മാർച്ച് 30 തുടങ്ങിയ പ്രക്ഷോഭം 1925 നവംബർ 23 അവസാനിക്കുന്നത്. അങ്ങനെ 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നിലനിന്നിരുന്നത്. വൈക്കം സത്യാഗ്രഹം നിർത്താനായുള്ള അനുയോജ്യമായ വിളംബരം പുറപ്പെടുവിച്ചത് റാണി സേതു ലക്ഷ്മിബായിയാണ്. അതായത് വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നെങ്കിലും വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് എന്ന് പറയുന്നത്, അതായത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് സേതു ലക്ഷ്മിബായിയാണ്. ആ 2 ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കണം. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പം തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീമൂലം തിരുനാളും വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് സേതു ലക്ഷ്മിബായിയുമാണ്. വൈക്കം വീരൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കരാണ് വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത്. ഇതും ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന ഈ സാമൂഹിക പ്രക്ഷോഭം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നടന്നത് 1924 മാർച്ച് 30 കേരളത്തിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ്. വർഷം മറക്കരുത്. അവസാനിച്ച വർഷം 1925 നവംബർ 23. നെക്സ്റ്റ് വരുന്നത് കേരളത്തിലെ നിയമലംഘന പ്രസ്ഥാനം. അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നൊരു ഭാഗമാണ്. ഏത്? കേരളത്തിലെ നിയമലംഘന പ്രസ്ഥാനം. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരുമാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. ഏതൊക്കെയാ? കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരുമാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. 1930 നിയമലംഘന പ്രസ്ഥാനം ശക്തി പ്രാപിക്കുന്നത്. 1930 ഇതിൻ്റെ പ്രധാന വേദി എന്ന് പറയുന്നത് പയ്യന്നൂർ തന്നെയാണ്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതാക്കൾ എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുറഹിമാനും P കൃഷ്ണപിള്ളയുമാണ്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് അബ്ദുറഹിമാൻ, P കൃഷ്ണപിള്ള എന്നിവരാണ്. പാലക്കാട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. പാലക്കാട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് TR കൃഷ്ണസ്വാമി അയ്യരാണെങ്കിൽ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് അബ്ദുറഹിമാൻ, അതായത് മുഹമ്മദ് അബ്ദുറഹിമാനും P കൃഷ്ണപിള്ളയുമാണ്. പയ്യന്നൂരിനെയാണ് നമ്മൾ 2ാം ബർദോളി എന്നറിയപ്പെടുന്നത്. 2ാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിരാഹാര സമരം നടത്തി അന്തരിച്ച വ്യക്തിയാണ് PC കുഞ്ഞിരാമൻ അടിയോടി. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിരാഹാര സമരം നടത്തി അന്തരിച്ച വ്യക്തിയാണ് P
PC കുഞ്ഞിരാമൻ അടിയോടി. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വരിക വരിക സഹചരെ എന്ന ഗാനം എഴുതിയത് അംശി നാരായണപിള്ളയാണ്. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ളൊരു കവിതയാണ്, ഗാനമാണ് വരിക വരിക സഹചരെ. അത് എഴുതിയത് അംശി നാരായണ പിള്ള. അതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. PSC കുറേ തവണ ചോദിച്ച ക്വസ്റ്റ്യൻസാണ് ഇതെല്ലാം. ഇതിലൊരു പോയിന്റ് പോലും നമുക്ക് വേണ്ടാത്തതായിട്ടില്ല. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K. കേളപ്പനാണ്. K. കേളപ്പനാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ്. ഇദ്ദേഹത്തിൻ്റെ കൂടെ 32 പേര് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. K. കേളപ്പനോടൊപ്പം എത്ര പേരാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് എന്ന് ചോദിച്ചാൽ 32 ആളുകളാണ് പങ്കെടുത്തത്. കേളപ്പനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് സത്യാഗ്രഹം നിയന്ത്രിച്ചിരുന്നത് മൊയ്യാരത്ത് ശങ്കരനാണ്. അതായത് കേളപ്പനെ അറസ്റ്റ് ചെയ്തു. ഉപ്പ് സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കേളപ്പനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഈ സത്യാഗ്രഹം നിയന്ത്രിച്ചിരുന്നത് മൊയ്യാരത്ത് ശങ്കരനാണ്. ആരാണ്? മൊയ്യാരത്ത് ശങ്കരൻ. ഉപ്പ് സത്യാഗ്രഹ ജാഥ നടന്നത് 1930 ഏപ്രിൽ 13-നാണ്. 1930 ഏപ്രിൽ 13 ഡേറ്റ് മറക്കരുത്. 1930 ഏപ്രിൽ 13 തുടങ്ങി 1930 ഏപ്രിൽ 21-നാണ് അവസാനിക്കുന്നത്. 1930 ഏപ്രിൽ 13 തുടങ്ങി 1930 ഏപ്രിൽ 21 ഉപ്പ് സത്യാഗ്രഹം അവസാനിച്ചു. പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ പയ്യന്നൂരിലെ ഉളിയത്ത് കടവിൽ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പം ഓർത്ത് വയ്ക്കുക, ഉപ്പ് സത്യാഗ്രഹം തുടങ്ങിയത് 1930 ഏപ്രിൽ 13 തുടങ്ങി 1930 ഏപ്രിൽ 21 അവസാനിച്ചു. മറ്റൊരു പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഏതാണ്? നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932 കേരളത്തിൽ നടന്നൊരു പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ജനസംഖ്യയുടെ അനുപാതത്തിൽ വേണം സർക്കാർ ജോലികളിൽ നിയമനം നടത്താൻ എന്ന ആശയവുമായി നടന്ന പ്രക്ഷോഭമാണ് ഏത്? നിവർത്തന പ്രക്ഷോഭം അല്ലേ? അതായത് ജനസംഖ്യയുടെ അനുപാതത്തിൽ വേണം സർക്കാർ ജോലികൾ നൽകണം എന്ന ആവശ്യത്തോടെ നടന്ന ഒരു പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അഖില തിരുവിതാംകൂർ രാഷ്ട്രീയ സമിതിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അതായത് നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അഖില തിരുവിതാംകൂർ രാഷ്ട്രീയ സമിതി. IC ചാക്കോയാണ് നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ്. അതായത് നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ വ്യക്തിയാണ് IC ചാക്കോ. ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കളായിരുന്നു C. കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ്. ഇത്രയും പേരാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കൾ. ആരൊക്കെയായിരുന്നു? C. കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ്. സാമുദായിക സംവരണം കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. സാമുദായിക സംവരണം കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം. ഓരോ സമുദായത്തിനും സംവരണം വേണം, അതായത് അത് നടപ്പിലാക്കിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഇതിനോടനുബന്ധിച്ച് കോഴഞ്ചേരി പ്രസംഗം നടത്തി C. കേശവൻ 1935. അതായത് നിവർത്തന പ്രക്ഷോഭത്തോടനുബന്ധിച്ച് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആര് എന്ന് ചോദിച്ചാൽ അത് C. കേശവനാണ്. വർഷം 1935 എന്ത് നടക്കുന്നത്? കോഴഞ്ചേരി പ്രസംഗം. ഇമ്പോർട്ടൻ്റ് ആണ്, വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, ആളെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദിവാനായിരുന്ന T. ഓസ്റ്റിൻ നിവർത്തന മെമ്മോറിയൽ കൈക്കൊണ്ടില്ല. ആ സമയത്ത് ദിവാൻ ആരായിരുന്നു? T. ഓസ്റ്റിൻ ആയിരുന്നു. അദ്ദേഹം നിവർത്തന മെമ്മോറിയൽ കൈക്കൊണ്ടില്ല.
നിവർത്തന പ്രക്ഷോഭമാണ് പിന്നീട് PSCയുടെ രൂപീകരണത്തിന് വഴി തെളിയിച്ചത്. അതായത് നമ്മൾ ഇന്ന് പറയുന്ന ഈ PSC എന്ന് പറയുന്നത് ഉണ്ടാവാൻ കാരണമായ പ്രക്ഷോഭം ഏതാന്ന് ചോദിച്ചാൽ അത് നിവർത്തന പ്രക്ഷോഭമാണ്. അപ്പോൾ 1900 അങ്ങനെ അതായത് ഈ നിവർത്തന പ്രക്ഷോഭം 32 നടന്നു. അതിൻ്റെ ഫലമായിട്ട് 1936 തിരുവിതാംകൂർ PSC നിലവിൽ വന്നു. അപ്പോൾ എപ്പോഴും PSC ചോദിക്കലുണ്ട്, അതായത് PSC നിലവിൽ വരാൻ കാരണമായ പ്രക്ഷോഭം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. 1932 നിവർത്തന പ്രക്ഷോഭം. പിന്നീട് 1956 ഇത് കേരള PSC ആയിട്ട് മാറുന്നത്. 36 അത് നിലയിൽ വന്നപ്പോൾ അതിൻ്റെ പേര് തിരുവിതാംകൂർ PSC എന്നായിരുന്നു. പിന്നീട് 56 ആയപ്പോൾ, അതായത് കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ തിരുവിതാംകൂർ PSC എന്തായി മാറി? കേരള PSC എന്നായി മാറി. പക്ഷെ അതിനിടയ്ക്ക് മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. 1949 തിരുക്കൊച്ചി സമ്മേളനം നടക്കുന്നുണ്ട് അല്ലേ? അതായത് തിരുവിതാംകൂറും കൊച്ചിയും ഒന്നിക്കുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട് 1949. അന്നപ്പോൾ ഇതിൻ്റെ പേര്, അതായത് നമ്മുടെ തിരുവിതാംകൂർ PSCയുടെ പേര് തിരുക്കൊച്ചി PSC എന്നായി മാറുന്നുണ്ട്. പിന്നീടാണ് 56 കേരള സംസ്ഥാനം വരുന്നത്. ആ സമയത്ത് ഇതിൻ്റെ പേരെന്തായി മാറി? കേരള PSC എന്നായി മാറി. അതായത് തിരുവിതാംകൂർ PSCയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് GD നോക്സ് ആയിരുന്നു. തിരുവിതാംകൂർ PSCയുടെ ആദ്യത്തെ ചെയർമാൻ GD നോക്സ്. കേരള PSCയുടെ ആദ്യത്തെ ചെയർമാൻ VK വേലായുധൻ. തിരുവിതാംകൂർ PSCയുടെ ആദ്യത്തെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ GD നോക്സ് ആണ്. കേരള PSCയുടെ ആദ്യത്തെ ചെയർമാനാണ് ആര്? VK വേലായുധൻ. അപ്പോൾ അതും കഴിഞ്ഞു. നിവർത്തന പ്രക്ഷോഭവും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പറഞ്ഞു, നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് വരുന്നത് വൈദ്യുതി പ്രക്ഷോഭം. വൈദ്യുതി പ്രക്ഷോഭം നടക്കുന്നത് എന്നാണ്? 1936 വൈദ്യുതി പ്രക്ഷോഭം നടക്കുന്നത്. വൈദ്യുതി പ്രക്ഷോഭം നടന്നത് എവിടെയായിരുന്നു? തൃശ്ശൂർ ജില്ലയിലാണ് വൈദ്യുതി പ്രക്ഷോഭം നടന്നത്. അതായത് തൃശ്ശൂർ ജില്ലയിൽ വൈദ്യുതി വിതരണം നടത്താൻ ഉള്ള ചുമതല ആർക്കാണ്? ഏത് കമ്പനിക്കാണ് നൽകിയത്? അതായത് സർക്കാരിയ കമ്പനിക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച് ദിവാൻ ഷൺമുഖൻ ചെട്ടിക്ക് എതിരെ നടത്തിയ പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം. തൃശ്ശൂർ ജില്ലയിലെ വൈദ്യുതി വിതരണം നടത്താനുള്ള ചുമതല ഒരു സ്വകാര്യ കമ്പനിക്ക് ആര് നൽകി? ആർക്ക്? നമ്മുടെ ദിവാൻ ഷൺമുഖൻ ചെട്ടി നൽകിയതിൽ പ്രതിഷേധിച്ച് നടന്ന പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം. വൈദ്യുതി പ്രക്ഷോഭത്തോടു കൂടിയാണ് ജനകീയ പ്രക്ഷോഭങ്ങളിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയത്. അതായത് കേരളത്തിലെ ജനകീയ പ്രക്ഷോഭങ്ങളിൽ ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ പ്രക്ഷോഭം ഏതാന്ന് ചോദിച്ചാൽ അത് വൈദ്യുതി പ്രക്ഷോഭമാണ്. AR മേനോൻ, ഇക്കണ്ട വാര്യർ, ഉണ്ണി എന്നിവരാണ് വൈദ്യുതി പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കൾ. ആരൊക്കെയാണ്? AR മേനോൻ, ഇക്കണ്ട വാര്യർ, ഉണ്ണി എന്നിവരാണ് വൈദ്യുത പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കൾ. അപ്പം വൈദ്യുത പ്രക്ഷോഭം നമ്മളിവിടെ തീർത്തിട്ടുണ്ട്. അടുത്ത് വരുന്നതാണ് ഏത്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ഏതാണ്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ജനാധിപത്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ പ്രക്ഷോഭമാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്ന് പറയുന്നത്. ജനാധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ പ്രക്ഷോഭമാണ് ഏത്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ഇതിൻ്റെ ഭാഗമാണ് അക്കമ്മ ചെറിയാൻ തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നടത്തിയത്. അതായത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അക്കമ്മ ചെറിയാൻ തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നടത്തി. ഓർത്തിരിക്കണം, ഈ സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ്? തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ രാജധാനി മാർച്ച് നടത്തിയത് അക്കാമ ചെറിയാൻ.
പ്രതിഷേധക്കാർ തങ്ങളുടെ പോരാട്ടം ഊർജിതമാക്കിക്കൊണ്ട് നിയമലംഘന പ്രസ്ഥാനത്തിലൂടെയാണ്. അതായത് പ്രതിഷേധക്കാർ തങ്ങളുടെ പോരാട്ടം ഊർജിതമാക്കിയത് നിയമലംഘന പ്രസ്ഥാനത്തിലൂടെയാണ്. ഒടുവിൽ നേതാവായ പട്ടം താണുപിള്ളയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് NK പത്മനാഭപിള്ളയാണ് പിന്നീട് നേതൃത്വം വഹിച്ചത്. അതായത് ഉത്തരവാദ പ്രക്ഷോഭം നടന്ന സമയത്ത് പട്ടം താണുപിള്ളയായിരുന്നു നേതാവ്. പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഈ നേതൃസ്ഥാനം ഏറ്റെടുത്തത് NK പത്മനാഭപിള്ളയാണ്. പത്മനാഭപിള്ളയെ 1938 അറസ്റ്റ് ചെയ്തത്. 1938 പത്മനാഭപിള്ളയെ അറസ്റ്റ് ചെയ്തു. ഇതിനെ തുടർന്ന് ഉണ്ടായ സംഭവമാണ് നെയ്യാറ്റിൻകര വെടിവെപ്പ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നെയ്യാറ്റിൻകര വെടിവെപ്പ് എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നെയ്യാറ്റിൻകര വെടിവെപ്പ്. മറന്നു പോകരുത്. നെയ്യാറ്റിൻകര വെടിവെപ്പിലെ രക്തസാക്ഷിയാണ് രാഘവൻ. അപ്പം നെയ്യാറ്റിൻകര വെടിവെപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ അത് ഉത്തരവാദ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതായത് ഇതിൻ്റെ രക്തസാക്ഷി എന്ന് പറയുന്നത് രാഘവനാണ്. 1946 ജൂലൈ 29 കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനമായി ആചരിക്കുന്നത്. ഈ ഡേറ്റ് ഓർക്കണം. 1946 ജൂലൈ 29 കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 14 കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ടു. കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ട വർഷം ഓർത്തു വയ്ക്കണം. 1947 ഓഗസ്റ്റ് 14. അങ്ങനെ നമ്മൾ ഉത്തരവാദ ഭരണം എന്നുള്ള ഭാഗവും കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത് വരുന്നത് കല്ലറ പാങ്ങോട് സമരം. കല്ലഞ്ഞ് വളരെ ചെറുതാണ് ഉള്ളത്. പക്ഷേ അതിൻ്റെയൊക്കെ വർഷങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർഷങ്ങൾ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സ് ഒക്കെ പഠിച്ചു വയ്ക്കണം. 1938 സർ CP രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരെ നടന്ന സമരമാണ് കല്ലറ പാങ്ങോട് സമരം. വർഷം ഓർത്ത് വയ്ക്കുക. കല്ലറ പാങ്ങോട് സമരം നടന്നത് 1938 സർ CP രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരെ നടന്ന സമരമാണ് കല്ലറ പാങ്ങോട് സമരം. ജന്മിമാരുടെ അന്യായമായ നിരക്കിലുള്ള നികുതി പിരിവിനെതിരെയും സമരം വഴിതെളിച്ചു. ജന്മിമാരുടെ അന്യായമായ നിരക്കിലുള്ള നികുതി പിരിവിനെതിരെയും ഈ സമരം വഴിതെളിയിച്ചു. അപ്പം ചോദിക്കാം, ജന്മിമാരുടെ അന്യായമായ നിരക്കിലുള്ള നികുതി പിരിവിനെതിരെ നടന്ന സമരം ഏതാണ്? കല്ലറ പാങ്ങോട് സമരം. കൊച്ചാപ്പിപ്പിള്ള, പട്ടാളം കൃഷ്ണൻ എന്നിവർ ഇതിനോടനുബന്ധിച്ച് തൂക്കിലേറ്റി. കല്ലറ പാങ്ങോട് സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റിയ 2 വ്യക്തികളാണ് കൊച്ചാപ്പിപ്പിള്ളയും പട്ടാളം കൃഷ്ണൻ എന്നിവരുമാണ് ഇതുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റിയത്. അടുത്ത് വരുന്നതാണ് കടയ്ക്കൽ പ്രക്ഷോഭം. കടയ്ക്കൽ പ്രക്ഷോഭവും നടക്കുന്നത് തന്നെയാണ് 1938 കടയ്ക്കൽ പ്രക്ഷോഭം നടക്കുന്നത്. വർഷം ഓർത്ത് വയ്ക്കുക. 38 സെപ്റ്റംബർ 29 കടയ്ക്കൽ പ്രക്ഷോഭം നടക്കുന്നത്. 1938 സെപ്റ്റംബർ 29 കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ഏറെ ബന്ധമുള്ള ഒരു പ്രക്ഷോഭമാണ് കടയ്ക്കൽ പ്രക്ഷോഭം. ഈ കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലാണ്. കടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലമുള്ളത് കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത് കൊല്ലം ജില്ലയിലാണ്. കടയ്ക്കൽ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാവായിരുന്നത് രാഘവൻ പിള്ളയാണ്. കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെട്ടത് ആരെയാണ്? ഈ രാഘവൻ പിള്ളയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കടയ്ക്കൽ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാവ് രാഘവൻ പിള്ളയാണ്. കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നതും ആരാണ്? രാഘവൻ പിള്ളയാണ്.
നെക്സ്റ്റ് വരുന്നത് മൊറാഴ സമരം. മൊറാഴ സമരം നടന്നത് 1940 സെപ്റ്റംബർ 15-ന്. കണ്ണൂർ ജില്ലയിലാണ് മൊറാഴ സമരം അരങ്ങേറുന്നത്. ഏതാ വർഷം? 1940 സെപ്റ്റംബർ 15. സാധനങ്ങളുടെ വില വർധനവിനെതിരെയും ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ ശിക്ഷ നയങ്ങൾക്കെതിരെയും നടന്ന സമരമാണ് മൊറാഴ സമരം. എന്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു? സാധനങ്ങളുടെ വില വർധനവിനെതിരെയും ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ ശിക്ഷാ നയങ്ങൾക്കെതിരെയും നടന്ന സമരമാണ് മൊറാഴ സമരം. ഇതിനെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് KM കുട്ടിക്കൃഷ്ണമേനോൻ. ആരാണ്? KM കുട്ടിക്കൃഷ്ണമേനോനാണ് മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ. KPR ഗോപാലൻ എന്ന വിപ്ലവകാരിയെ ഇതിനോടനുബന്ധിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി. KPR ഗോപാലനെ മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിച്ചു. പിന്നീട് ഗാന്ധിജി ഇടപെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ശിക്ഷയിൽ നിന്നു മോചിതനാക്കിയത്. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് 1931 നവംബർ 1-നാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931 നവംബർ 1-നാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 31 നവംബർ 1, മറക്കരുത്. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകണം എന്ന ആശയം ഉന്നയിച്ചുകൊണ്ട് നടന്ന സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകണം എന്ന ആശയം ഉന്നയിച്ചുകൊണ്ട് നടന്ന സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. കേളപ്പനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ്. ഇതിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണ്. നേതാവ് കേളപ്പൻ, വളണ്ടിയർ ക്യാപ്റ്റൻ AKG. പ്രചരണ കമ്മിറ്റിയുടെ തലവൻ T സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു. പ്രചരണ കമ്മിറ്റിയുടെ തലവൻ T സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. സത്യാഗ്രഹം 1932 ഒക്ടോബർ 2-ന് ഗാന്ധിജിയുടെ ഇടപെടലോടുകൂടി അവസാനിച്ചു. സത്യാഗ്രഹം അവസാനിച്ചത് 1932 ഗാന്ധിജിയുടെ ഇടപെടലോടുകൂടിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണനാണ് P കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണനാണ് P കൃഷ്ണപിള്ള. സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം പൊന്നാനി താലൂക്കിലായിരുന്നു. ജനഹിത പരിശോധന നടത്തിയാണ് ജനഹിത പരിശോധന നടന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ചായിരുന്നു. അപ്പോൾ ഇയർ ഓർത്ത് വയ്ക്കുക, 31 നവംബർ 1-ന്. അതിൻ്റെ നേതാവ് എന്ന് പറയുന്നത് കേളപ്പനായിരുന്നു. വളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് T സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു. കേരളത്തിലെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് T സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. സത്യാഗ്രഹം അവസാനിപ്പിച്ചത് 1932 ഒക്ടോബർ 2-നാണ്. 1932 ഒക്ടോബർ 2-നാണ്, ഓർത്തു വെക്കണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണനാണ് P കൃഷ്ണപിള്ള. അടുത്തത് കയ്യൂർ സമരം. 1941 കയ്യൂരിലെ കർഷകർ ജന്മിമാർക്കെതിരെ നടത്തിയ സമരമാണ് കയ്യൂർ സമരം. വർഷം ഓർത്തു വയ്ക്കുക. കയ്യൂർ സമരത്തിൻ്റെത് 1941-ലാണ്. ജന്മിത്വത്തിനെതിരെയായിരുന്നു കർഷകർ സംഘങ്ങൾ സമരം ചെയ്തത്. ജന്മിത്വത്തിനെതിരെ നടന്ന സമരമാണ് കയ്യൂർ സമരം. മഠത്തിൽ അപ്പു, പെടോര കുഞ്ഞമ്പു നായർ, പള്ളിക്കൽ അബൂബക്കർ, കോയിത്താട്ടിൽ ചിരുകണ്ഠൻ എന്നിവരായിരുന്നു ഇതിൻ്റെ പ്രധാന നേതാക്കൾ. മഠത്തിൽ അപ്പു, പെടോര കുഞ്ഞമ്പു നായർ, പള്ളിക്കൽ അബൂബക്കർ, കോയിത്തോട്ടത്തിൽ ചിരുകണ്ഠൻ. ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ പുഴയിൽ ചാടുകയും തുടർന്ന് മരണപ്പെടുകയും ചെയ്ത പോലീസുകാരനാണ് സുബ്ബരായർ. ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ പുഴയിൽ ചാടുകയും തുടർന്ന് മരണപ്പെടുകയും ചെയ്ത പോലീസുകാരനാണ് സുബ്ബരായർ. 1943 മാർച്ച് 19-നാണ് 4 നേതാക്കളെയും തൂക്കിലേറ്റുകയും എന്നാൽ ചൂരിക്കാടൻ കൃഷ്ണൻ നായരെ
പ്രായപൂർത്തിയാകാത്തതിനാൽ വിട്ടയക്കുകയും ചെയ്തു. ചൂരിക്കാടൻ കൃഷ്ണൻ നായരെ പ്രായപൂർത്തിയാകാത്തതിൻ്റെ പേരിൽ വിട്ടയക്കുകയും ചെയ്തു. അത് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട കൃതികളാണ്. കയ്യൂരും കരിവള്ളൂരും AV കുഞ്ഞമ്പു. കയ്യൂർ സമരചരിത്രം VV കുഞ്ഞമ്പു. ചിരസ്മരണ നിരഞ്ജന. ഏതൊക്കെയായിരുന്നു? കയ്യൂരും കരിവള്ളൂരും AV കുഞ്ഞമ്പു. കയ്യൂർ സമരചരിത്രം VV കുഞ്ഞമ്പു. ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ്? നിരഞ്ജനയാണ് ചിരസ്മരണ എന്ന നോവൽ രചിച്ചത്. അപ്പോൾ ഇത് നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്തായി. ഇനി കുറച്ച് ഭാഗം കൂടെ ഇതിൻ്റെ നമുക്ക് തീർക്കാനുണ്ട്. അപ്പോൾ ഇനിയും ഞാനത് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ലെങ്തി വീഡിയോ ആവും. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ക്ലാസ് കണ്ടു കഴിഞ്ഞ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങൾ ലൈക്ക് അടിക്കണം, നിങ്ങൾ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതണം. ക്ലാസ്സിനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും എഴുതുകയും വേണം. അപ്പം എല്ലാവർക്കും നന്ദി.